ഹലോ, എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആയിരുന്നു, ലീവാണ്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പായസം ഫിക്സ് ചെയ്തു. ഓൾറെഡി പാലട മിക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ തലേ ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പാല് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി പാലൊക്കെ വാങ്ങിച്ച് വന്നുകൊണ്ട് പായസം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയൊരു ബോട്ടിൽ നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്യ് ഞാനതൊക്കെ തോണ്ടി വലിച്ച് ഒരു ഉരുളി കടുപ്പത്ത് വെച്ച് അതിലിടുക. ഉള്ളതൊക്കെ തുരന്നെടുത്തിട്ട് ഇടുകയാണ് കേട്ടോ. തട്ടിക്കൂട്ട് പായസമാണ്. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളതിനനുസരിച്ചിട്ട് കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെ പഞ്ചസാര നെയ്യിലിട്ടിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കളറ് വരുത്തും. പാലടയ്ക്ക് അങ്ങനെ കളറ് വേണമല്ലോ. അപ്പോൾ അതിനൊന്ന് കുറവ് വരുത്തണ്ട വെച്ചിട്ട് ഞാൻ അങ്ങനെ മെൽറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സാധാരണ അങ്ങനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഒന്നിങ്ങനെ സെറ്റായി വന്നു. അപ്പോൾ ഇത് കാണുന്നില്ല മേമോന്ന് പറഞ്ഞിട്ട് ഒരാൾ എത്തി വലിഞ്ഞ് കയറി തിണ്ടത്തൊക്കെ കയറി എന്നിട്ട് എത്തി നോക്കുക. ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവന് ഇങ്ങനെ ഞങ്ങളിങ്ങനെ തുള്ളി കളിച്ചിങ്ങനെ പാട്ടൊക്കെ പാടി നെയ്യിൽ പഞ്ചസാരയൊക്കെ ഇട്ട് അതൊക്കെ ഇങ്ങനെ ഇളക്കി റെഡിയാക്കി ബ്രൗൺ കളറൊക്കെ വരുത്തുക. അപ്പോൾ ഇതെങ്ങനെ മേമ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുക അവൻ. അപ്പോൾ ഞാനിത് അങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, ഇതങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവനും കുട്ടികളാണല്ലോ, ഡൗട്ട് ഓൾറെഡി ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അവനതൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് സെറ്റായി, ബ്രൗൺ കളർ ഏകദേശമൊക്കെ ഒന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് പാലുണ്ടായിരുന്നു, അത് പൊട്ടിച്ചൊഴിച്ചു. അപ്പോൾ ഒഴിച്ചപ്പോഴേക്കും ഓൻ്റെ അങ്ങോട്ട് തെറിച്ചാൽ അവന് പേടിയായി. അപ്പോൾ അത് തെറിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, അമ്പത് തെറിക്കും, മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് റെഡി ആയപ്പോൾ തെറിക്കലാണ്ട് നിന്നു. എന്നിട്ട് പിന്നെ ഞാൻ അതൊന്ന് റെഡിയാക്കിയിട്ട് 2 പാക്കറ്റ് പാലുണ്ട്, അതൊന്ന് ഒഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം നമ്മൾ ഇതിൽ കലക്കി ഒഴിക്കണമല്ലോ, കുറച്ച് വെള്ളം ചേർക്കാമെന്ന് വെച്ചിട്ട് വെള്ളം ചേർത്തു. അതിൻ്റെ ഇടയിൽ കുട്ടികൾ അതിൻ്റെ ഇടയിൽ കൂടെ മുടിയൊക്കെ കെട്ടി പൊട്ടൊക്കെ ഇട്ട് അങ്ങനെ കുറേ എന്തൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു, മേക്കപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെ എന്തൊക്കെ കളിച്ചു. അതിൻ്റെ ഇടയിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത വീട്ടിൽ വല്യമ്മ ഉണ്ടായിരുന്നു, പിന്നെ വല്യച്ഛൻ്റെ അവിടുന്ന് ആതിരയും മനേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ എല്ലാവരും കൂടെ കളിക്കുക. അതിൻ്റെ ഇടയിൽ ഞാനിതിങ്ങനെ സ്ലോ മോഷനാണ് കത്തണതേ. അപ്പോൾ പതുക്കനെ നോക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ കുട്ടികൾ കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ഒന്ന് കുറച്ച് തിളയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ റെഡിയാക്കി ഏകദേശം തിളയൊക്കെ വെച്ച് റെഡിയാക്കി അങ്ങനെ കുറുക്കി കുറച്ചെടുത്തു. ഇനി ഇതിൻ്റെ ഏഴത്തിയമ്മയുടെ ഒരു ഇളക്കി ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് പാത്രത്തിൽ ഒഴിച്ച് വെച്ചു. ഏഴത്തിയമ്മ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് അധികം കുറുക്കൊന്നുമില്ല, എന്നാലും അങ്ങനെയൊക്കെ ആയി, കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇത് എക്സ്പ്രഷനിൽ, ഏഴത്തിയമ്മയുടെ എക്സ്പ്രഷനിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയിട്ട് പറയൂട്ടോ. ഇനി ഞാൻ വഴിയെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാനിന്നേ പായസമൊക്കെ ഉണ്ടാക്കി, പക്ഷേ അട്ടർ ഫ്ലോപ്പായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. പായസമൊക്കെ അടിപൊളിയായിരുന്നു, ബട്ട് കണ്ടോ മധുരം കൂടിപ്പോയി. വായിൽ വെച്ചാൽ നല്ല ഇറങ്ങി വീടും, അങ്ങനെ മധുരമായിപ്പോയി. ഞാൻ കുറച്ച് പാലൊക്കെ കൊടുത്ത് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ പാൽ ചായ ആക്കിയിട്ട് കുടിക്കണം. കുറേ കാലത്തിന് ശേഷം ഉണ്ടാക്കിയ അത് കൊള്ളായിപ്പോയി. പായസം നല്ല അട്ടർ ഫ്ലോപ്പായി. എന്നാൽ നമുക്ക് അടുത്തത് ചിക്കനിൽ പിടിക്കാമെന്ന് വെച്ചാൽ പറഞ്ഞു ഉണ്ണിയേട്ടൻ വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ മസാലയൊക്കെ പരട്ടി റെഡിയാക്കിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പാട്ടൊക്കെ വെച്ച് നല്ല തുള്ളലാണ്. അപ്പോൾ നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ട് കുക്കിയൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ചിക്കന് മസാലയൊക്കെ പരട്ടി റെഡിയാക്കിയിട്ട് ഞങ്ങൾ കുക്കറിൽ വിസിലടുപ്പിച്ചു. പിന്നെ കറി പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ വേഗം ആവണ്ടേ. ഞങ്ങൾ വണ്ടി ഓടിച്ച് പഠിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് പഠിച്ചിട്ടോ. കുറച്ച് ഞാനും ഇടത്തിൻ്റെയൊക്കെ വണ്ടിയൊക്കെ ഓടിച്ചു. കുട്ടികൾ അത് കൂടി ഇതൊക്കെ നടന്ന് ഇടത്തിമ്മ ഓടിക്കണം, ഞാൻ ഓടിച്ചു. എനിക്കങ്ങനെ പതുക്കനെ ആയി വരുന്നല്ലോ കേട്ടോ, വെച്ച് തുടങ്ങുന്നില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഓടിച്ചു. ഇന്ന് ഇത്ര കുഞ്ഞു വീഡിയോസ് തന്നെ ഉള്ളൂ, അതുകൊണ്ട് ദിവസമൊന്നും ഉണ്ടായില്ല, ടെസ്റ്റ് ചെയ്യാൻ ടൈമൊന്നും കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ ആകെ ഒരു സൺഡേ അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾ ചെയ്യുക. ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങിയിട്ട് പതുക്കെ ഞങ്ങൾ വലിയച്ഛൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ ഓടിച്ച് പഠിക്കുക ചെയ്യാം. അപ്പം ഇതിന് കുറച്ച് സമയം കിട്ടിയുള്ളൂ. അതായത് അങ്ങനെ ഞങ്ങൾ ഓടിച്ച് പഠിച്ചു കേട്ടോ. അങ്ങനെ പതുക്കനൊക്കെ ഒന്ന് ആയി വരുന്നുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഇത്രയേ ഉള്ളൂ ഒരു ദിവസം ഉണ്ടായത്. വൈകിട്ടൊന്നും എടുത്തില്ല. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.